നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെയൊരു അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകലമാനവും മഹത്വവും കരേറ്റുന്നു. 103 സങ്കീർത്തനം 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. 2024 ജൂൺ മാസവും നമ്മെ വിട്ട് കടന്നു പോകുന്നു. ഈ വർഷത്തിൻ്റെ പകുതി സമയം കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. താണുവീണു പോകാമായിരുന്ന എത്രയോ വേളകൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവിടെയെല്ലാം കർത്താവ് നമ്മെ താങ്ങി നിർത്തിയില്ലേ? ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടപ്പോൾ അത്ഭുതത്തിൻ്റെ വഴികൾ കർത്താവ് തുറന്നു തന്നില്ലേ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് നമ്മെ ശേഷിപ്പിച്ച അവിടുത്തെ വൻ കൃപയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ശത്രു മൂടിയതിനെ തുറന്നു തരുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. നീരുറവുകളെ മണ്ണിട്ടു മൂടുന്ന ശത്രുവിൻ്റെതായ പദ്ധതികൾ ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. ജീവിതയാത്രയിൽ വളരെ പ്രതീക്ഷയോടെ എടുത്തു വെക്കുന്ന ചില കാൽച്ചുവടുകൾ ഫലപ്രാപ്തിയിലെത്തുവാൻ കഴിയാതെ പകുതി വഴിയിൽ നിർത്തേണ്ടി വരുന്ന അവസ്ഥകൾ, കൃഷികൾ വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ ഫലത്തെ നശിപ്പിച്ചു കളയുന്നത് പോലെ ദൈവജനത്തിൻ്റെ ജീവിതത്തിലും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്ന ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ അതിനെ ഇല്ലാതെയാക്കി കളയുന്ന, മുടിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന അന്ധകാരത്തിൻ്റെ ദുഷ്ടപ്പോരുകൾ ഇസ്രായേൽ ജനം ദേശത്ത് വിതയ്ക്കുമെന്നാൽ അവരുടെ വിള നശിപ്പിക്കുന്ന മിഥ്യാന്യരും അമാലേക്യരും എന്നതുപോലെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ട നന്മയുടെ മേഖലകളെ മൂടിക്കളയുന്ന ശത്രുവിൻ്റെ പോരുകൾ, ആത്മീക മേഖലകൾ, ഭൗതിക മുന്നേറ്റങ്ങൾ, ഇതൊക്കെ ശൂന്യമാക്കുന്ന ശത്രുവിൻ്റെ വെല്ലുവിളികൾ ജീവിതത്തിൽ വരാം. എന്നാൽ അതിൽ നിന്നും വിടുവിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ കർത്താവിനോട് ഏറ്റു പറയാം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ആ പാദപീഠത്തിലേക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് അടുത്ത് ചെല്ലാം. മുന്നേറുവാൻ കഴിയാതെ, അടുത്ത ചുവട് എവിടെ വെക്കണമെന്നറിയാതെ ഭാരപ്പെടുന്ന അവസ്ഥയാണോ? നീരുറവുകളെ തുറന്നു തരുവാൻ കർത്താവിന് കഴിയും. അടയപ്പെട്ടു പോയ മേഖലകളെ ഓർത്ത് ഭാരപ്പെടേണ്ട. കുഴിക്കുവാൻ തയ്യാറായാൽ പുതിയ ഉറവുകളെ ദൈവം നൽകിത്തരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൽ നാം വായിക്കുന്നത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഒന്ന് വിശ്വസിക്കാമോ? മരുഭൂമിയുടെ അവസ്ഥ ജീവിതത്തിൽ വന്നാലും അവിടെയും നീരുറവയെ തുറക്കുന്ന
നമ്മുടെ ദൈവം. ഒന്ന് വിശ്വസിച്ചാട്ട്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ, എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ സ്ഥിതി മാറ്റും. വിശ്വാസത്തോടൊന്ന് ഏറ്റെടുത്താട്ട് സ്ഥിതി മാറ്റുന്ന നമ്മുടെ സർവശക്തനായ ദൈവം. അപ്പോൾ നാം സന്തോഷിക്കും, നാം ആനന്ദിക്കും. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കാം. ദൈവമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.